നമസ്കാരം, കുടഹോഡേഴ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യൂറോപ്പിലേക്ക് സെറ്റിൽ ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഗോൾഡൻ വിസ എടുക്കാനുള്ള പ്രൊവിഷൻ എല്ലാ രാജ്യങ്ങളും തന്നെ കൊടുക്കുന്നുണ്ട്. എങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഗ്രീസിലാണുള്ളത്. ഗ്രീസിലെ ഏതൻസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. ആ രാജ്യത്തേക്ക് ഗോൾഡൻ വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഗോൾഡൻ വിസ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു രാജ്യം കൊടുക്കുന്ന പ്രൊവിഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അതിൻ്റെ എക്സ്പെൻസ് വരുന്നത്, എത്ര ടൈമാണ് എടുക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് കിട്ടിയാലുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്. ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് യൂറോപ്പിൽ പൗരത്വം എടുക്കണം അല്ലെങ്കിൽ യൂറോപ്പിൽ സെറ്റിൽ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ജോലി അന്വേഷിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് കാറ്റഗറി ആണെങ്കിൽ പോലും നമ്മൾക്ക് ജോബ് വിസ കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്രീസിലെ ഏജൻസികളുമായിട്ട് ടൈപ്പ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പോളണ്ടും ഫിൻലൻഡ് അതേപോലെയുള്ള പല രാജ്യങ്ങളിലേക്കും ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയയിലേക്ക് പോകുന്നുണ്ട്, ക്രൊയേഷ്യ ഉണ്ട്. അപ്പോൾ അതേപോലെ കുറച്ച് രാജ്യങ്ങളിൽ നമ്മൾ ഏജൻസികളായിട്ട് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഏതൊക്കെ കാറ്റഗറിയിലേക്കാണോ വേക്കൻസികൾ വരുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏതൊരു കാറ്റഗറിയിലേക്ക് ജോലി അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ റെസ്യൂം അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫ്രീ രജിസ്ട്രേഷനാണ് നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തിടുന്ന ആളുകളുടെ റെസ്യൂം നോക്കിയിട്ട് നമ്മൾ ആപ്റ്റായിട്ടുള്ള ജോലികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈൻഡ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സ്വദേശത്ത് ജോലി നോക്കുന്ന ആളുകളാണെങ്കിലും ഇപ്പോൾ കേരളത്തിൽ പ്രധാനമായിട്ട് കൊച്ചിയിലും അല്ലെങ്കിൽ കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ ജോലി നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചിട്ട് നിങ്ങളുടെ പ്രൊഫഷനും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ സ്കില്ലൊക്കെ അനുസരിച്ചിട്ടുള്ള ജോലിയിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വേക്കൻസീസ് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള കാൻഡിഡേറ്റ്, ഇപ്പോൾ നിങ്ങളൊരു പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ആ രീതിയിലും നിങ്ങൾക്ക് ജോലിയിലേക്ക് മാറുന്നതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഗ്രീസിലേക്ക് ഗോൾഡൻ വിസ എടുക്കാനായിട്ട് നമ്മളിവിടെ ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് ഏകദേശം ഇന്ത്യൻ മണി ഇവർ പറയുന്നത് 2.5 കോടി രൂപയോളം വരുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു പ്ലോട്ട്, ഇപ്പോൾ നമ്മൾക്കൊരു വില്ലയോ ഒരു പ്ലോട്ടോ ഒക്കെ മേടിച്ചിട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ് മേടിച്ചിട്ടിട്ട് അത് നമുക്ക് കാണിച്ചുകൊണ്ട് ആ ബിൽഡിങ് കാണിച്ചുകൊണ്ട് ഗവൺമെൻറ്റിലേക്ക് ഇവർ നമ്മളുടെ വിസ പ്രോസസ്സിങ്ങിന് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. മെയിൻ ആപ്ലിക്കൻറ്റിൻ്റെ പേരിലായിരിക്കും രജിസ്ട്രേഷൻ കാര്യങ്ങൾ വരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്പൗസ് കുട്ടികളൊക്കെ ഇതിനകത്തേക്ക് നമുക്ക് അതിന് ശേഷം ആഡ് ചെയ്തിട്ട് ഇവർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. 6 മാസത്തോളം ഇതിൻ്റെ പ്രോസസ്സിങ് എടുക്കുന്നുണ്ട്. ഈ ഒരു 2.5 കോടി എന്ന് പറയുന്നത് പ്ലോട്ട് വാങ്ങുന്നതിൽ മാത്രമുള്ള ഒരു കോസ്റ്റാണ്. അതുകൂടാതെ ഇവർക്ക് വരുന്നത് ഈ ഒരു ഏജൻസിയുടെ സർവീസ് ചാർജ്, അതിനൊക്കെ കൃത്യമായിട്ടുള്ള എത്ര സർവീസ് ചാർജ് വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് അവർ പറയും. അതേപോലെ തന്നെ ഈ ഒരു പ്ലോട്ട് നമുക്ക് വാങ്ങിത്തരുന്നത് വേറൊരു ഏജൻസി ആയിരിക്കും, അതായത് റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു ഏജൻസി ആയിരിക്കും. അപ്പോൾ അവരുടെ ഒരു കോസ്റ്റ്, ഇതിൻ്റെ ടോട്ടൽ എമൗണ്ടിൻ്റെ ചെറിയ കോസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു ഇന്ത്യൻ മണി 2.5-3 കോടിക്കും അടുത്താണ് ടോട്ടൽ ഇതിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് ഒരു ഗോൾഡൻ വിസ എടുക്കാനായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട തുകയായിട്ട് വരുന്നത്. അപ്പോൾ ഇവർ പറയുന്ന അതിൻ്റെ 5 വർഷത്തേക്കുള്ള ഗോൾഡൻ വിസയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 5 വർഷത്തേക്കുള്ള ഗോൾഡൻ വിസ പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ ഗോൾഡൻ വിസയ്ക്കൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, യൂറോപ്പിലേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇത്ര ദിവസം നിൽക്കണം എന്നുള്ളൊരു ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവർക്ക് അങ്ങനെ പ്രശ്നമില്ല. നിങ്ങൾ ഷെങ്കനിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രീ മൂവ്മെൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള പ്രൊവിഷനാണ്. ഇത്ര ഒരു ടൈം പോലും നിങ്ങൾക്ക് ഇവിടെ നിൽക്കേണ്ടതായിട്ട് വരുന്നില്ല. പിന്നെ നിങ്ങൾ വാങ്ങുന്ന വില്ലയാണെങ്കിലും ഫ്ലാറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ബിൽഡിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് റെൻറ്റ് കൊടുത്തുകൊണ്ട് റെൻറ്റ് കിട്ടുന്നതിനുള്ള സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു ഇൻകം കൂടി ആക്കി മാറ്റാനായിട്ട് പറ്റും. അതുകൂടാതെ ഈ 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ റിന്യൂ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷനുണ്ട്. നമ്മുടെ സ്പൗസിനെയും കുട്ടികളെയൊക്കെ ഇവിടേക്ക് കൊണ്ടുവരാനും കാര്യങ്ങൾക്കും ഈ 5 വർഷത്തേക്ക് ഫ്രീ ആയിട്ട് എപ്പോൾ വേണമെങ്കിലും വരാനും പോകാനും ഫ്രീ മൂവ്മെൻറ്റ് ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ അവർ പറയുന്ന മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 7 വർഷം നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഗോൾഡൻ വിസ നമ്മൾ റിന്യൂ ചെയ്ത് 7 വർഷം ആയിക്കഴിഞ്ഞാൽ ഈ 7 വർഷത്തിനിടയ്ക്ക് അതിനകത്ത് മറ്റൊരു ക്രൈറ്റീരിയ കൂടി പറയുന്നുണ്ട്. അതായത് ഈ 7 വർഷ ടൈമിൽ നമ്മൾ ഒരു വർഷം 6 മാസമെങ്കിലും 180 ദിവസമെങ്കിലും ഇവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് ടാക്സ് കൊടുക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക്
സിറ്റിസൺഷിപ്പിനും അപ്ലൈ ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ലോങ് ടൈമിലേക്ക് ഉള്ള നിൽക്കാനും കാര്യങ്ങൾക്കൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പും കൂടി വേണമെന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ആ ഒരു രീതിയിൽ നോക്കാം. അതല്ല, നിങ്ങൾക്കൊരു ഗോൾഡൻ വിസ, നിങ്ങൾക്ക് 5 വർഷത്തേക്ക് ഗോൾഡൻ വിസയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് റിന്യൂ ചെയ്ത് പോകാനോ, അല്ലെങ്കിൽ ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും എല്ലാ രാജ്യത്തും ഇതേപോലെ വിസ, ഗോൾഡൻ വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടും, അതേപോലെ തന്നെ 2 വർഷത്തേക്ക്, ഇപ്പോൾ നമ്മൾ ഇവിടെ ട്രാവൽ ചെയ്തിരിക്കുന്നത് 2 വർഷത്തേക്കുള്ള ഷെങ്കൻ വിസയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും തന്നെ വരുന്നില്ല. നമ്മൾ ലാസ്റ്റ് 2 വർഷത്തിനിടയ്ക്ക് 3 പ്രാവശ്യം ഷെങ്കനിലേക്ക് ട്രാവൽ ചെയ്താൽ പിന്നീട് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ മെൻഷൻ ചെയ്ത്, കവർ ലെറ്ററിൽ മെൻഷൻ ചെയ്തുകൊണ്ട് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷത്തേക്കുള്ള വിസ കിട്ടുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അതുകൂടാതെ ഈ 2 വർഷത്തേക്ക് നമുക്ക് കിട്ടുന്ന വിസ പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് 5 വർഷത്തേക്ക് ഉള്ള വിസ കിട്ടുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര കോടി രൂപ മുടക്കാതെയും 5 വർഷത്തേക്കുള്ള വിസ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇത്ര വെയിറ്റ് ചെയ്ത് ഇത്ര ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് ഒരു 5 വർഷത്തേക്കുള്ള വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് രാജ്യങ്ങളിലേക്ക് പോകുന്നതിനും യൂറോപ്പിലും നോൺ യൂറോപ്യൻ ഏരിയകളിലേക്കൊക്കെ പോകുന്നതിനൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട്. അതേപോലെ തന്നെ ജോലി അന്വേഷിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് അറിയാനായിട്ട് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. വിദേശത്തും സ്വദേശത്തും ജോലിയുമായിട്ട് ബന്ധപ്പെട്ടും ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങളുടെ സംശയങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, നിങ്ങൾ ഗ്രൂപ്പായിട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഏതൻസിൽ ആണ് ഉള്ളത്. ഏതൻസിൽ നിന്ന് നമ്മൾ അടുത്ത രാജ്യങ്ങളിലേക്ക് പോകും. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കാണുക, മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊരു സ്വന്തം സപ്പോർട്ടുകൾക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് കൂടെ ഡേയ്സിന് വേണ്ടി CC സൈദിന് താങ്ക് യു.